ഇപ്പോൾ മുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കുന്നു RSS. ഇന്ന് ടെലഗ്രാഫിലൂടെ പുറത്തു വന്നൊരു വാർത്തയുണ്ട്. ടെലഗ്രാഫിലൂടെ പുറത്തു വന്ന വാർത്ത ഓർഗനൈസറിൽ വന്ന ഒരു വാർത്തയാണ്. ആ വാർത്തയിൽ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വച്ചിരിക്കുന്നത് കത്തോലിക്ക സഭയാണ്. 7 കോടി ഹെക്ടർ ഭൂമി അവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ അർത്ഥം 17.29 കോടി ഏക്കർ ഭൂമി കത്തോലിക്ക സഭയുടെ കയ്യിലുണ്ട്. റിയൽ എസ്റ്റേറ്റ് റേറ്റ് വെച്ച് നോക്കിയാൽ 20,000 കോടി രൂപയുടെ ആസ്തിയാണ് ഇതിനുള്ളത്. അത് ഇനി എങ്ങനെ പിടിച്ചെടുക്കാമെന്നുള്ളതിനെ പറ്റിയാണ് ഗവൺമെൻറ് ആലോചിക്കേണ്ടത് എന്നാണ് ഓർഗനൈസറിൽ പറയുന്നത്. വാർത്ത പുറത്ത് വന്നതോടുകൂടി രാഹുൽ ഗാന്ധി പ്രതികരിച്ചതോടുകൂടി ഓർഗനൈസർ അത് പിൻവലിച്ചിരിക്കുകയാണ്. പക്ഷേ അവരുടെ ഉദ്ദേശം വളരെ വ്യക്തമായിരിക്കുന്നു. ആദ്യം മുസ്ലിങ്ങൾ, അത് കഴിഞ്ഞ് ക്രിസ്ത്യാനികൾ. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള RSSൻ്റെയും BJPയുടെയും അജണ്ടയാണ് ഇപ്പോൾ ഓർഗനൈസറിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. വഖഫ് ബില്ല് പാസ്സായി. വഖഫിൻ്റെ മുഴുവൻ മുതൽ സ്വത്തുക്കളുടെ മേൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ വരുത്തി കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് 7 ക്രോർസ് ആയിട്ടുള്ള ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ കയ്യിലുള്ള ഭൂമിയുടെ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ആലോചനകൾക്കാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വരുന്നത്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കിട്ടിയതാണെന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ലേഖനത്തിൽ വിശദമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ്, ഞങ്ങളുടെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആദ്യം മുതൽ പറഞ്ഞതാണ്, ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ നാളെ അത് ക്രിസ്ത്യാനികളിലേക്കും വരുമെന്നുള്ളത്. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ഈ നീക്കം BJP ഇന്നും ഇന്നലെയും അല്ല ആരംഭിച്ചത്, അത് തുടരുകയാണ്. കേരളത്തിലും അത് ആരംഭിക്കാനുള്ള നീക്കമാണ്. പച്ചവർഗീയത BJP കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെ മതേതര വിശ്വാസികളായ ജനങ്ങൾ ഒരുമിച്ച് ഇന്ന് ചെറുക്കണം. മുളയിലെ ഇത് നുള്ളണം. കേരളീയ സമൂഹത്തിൽ ഇത്തരം വർഗീയ വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്ന BJPയെയും RSSനെയും ചെറുക്കാനുള്ള നടപടികളാണ് കേരളത്തിലെ മതേതര വിശ്വാസികൾ സ്വീകരിക്കേണ്ടതായിട്ട് ഉള്ളത്. ഞങ്ങൾ അതുകൊണ്ടാണ് വഖഫ് ബില്ലിനെ ആദ്യം തന്നെ എതിർത്തത്. ഇപ്പോഴിതാ ക്രൈസ്തവ സമൂഹത്തിന് നേരെയും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് നേരെയും RSS അവരുടെ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനെതിരെ ഗൗരവമായി മതേതര വിശ്വാസികൾ ഒരുമിച്ച് നിന്ന് പോരാടണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വഖഫ് നിയമത്തിൽ ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു. ആ കോൺഗ്രസിൻ്റെ പോരാട്ടം അത് വളരെ വ്യക്തമായി തന്നെ പാർലമെൻറ്റിൽ പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം വർഗീയ നീക്കങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം, ഭരണഘടനയെ ശക്തിപ്പെടുത്തണം. ഭരണഘടന മാത്രമാണ് ഇന്ന് ഏക ആശ്രയം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നുകൂടിയാണ് എനിക്കിതിനെപ്പറ്റി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ വഖഫ് ബില്ല് വന്ന സമയത്ത് പല ക്രിസ്ത്യൻ സഭകളും BJPക്ക് അനുകൂലമായ നിലപാട് പറഞ്ഞിരുന്നു. അവർക്ക് ഇപ്പോൾ ഒരു കെട്ടവസ്ഥയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ സൂചിപ്പിച്ച, ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ നാളെ ക്രിസ്ത്യാനികളാകും. ഓർഗനൈസറിൽ അങ്ങനെ ഒരു ലേഖനം വരണമെങ്കിൽ അത് അത്ര ചെറിയൊരു കാര്യമല്ല. കത്തോലിക്ക സഭയുടെ കീഴിലുള്ള 7 ക്രോർസ് ഹെക്ടർ ഭൂമി ഉണ്ടെന്നും അത് 20,000 കോടി മതിപ്പ് വിലയുണ്ടെന്നും അത് ഗവൺമെൻറ് ഗൗരവത്തോടെ എടുക്കണമെന്നും പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? തന്നെയുമല്ല, ക്രൈസ്തവ പുരോഹിതന്മാർക്ക് നേരെ മധ്യപ്രദേശിലുണ്ടായ ജബൽപൂരിലുണ്ടായ അക്രമം എത്ര ദിവസം കഴിഞ്ഞാണ് FIR ഇട്ടത്? രാജ്യത്തിൻ്റെ പല ഭാഗത്തും ക്രൈസ്തവ മിഷണറിമാർക്കെതിരെയും ക്രൈസ്തവ പുരോഹിതന്മാർക്കെതിരെയും അക്രമങ്ങൾ വ്യാപകമാകുന്നു. ഒരു ഭാഗത്ത് ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്ക് നേരെ അക്രമങ്ങൾ നടത്തുന്നു, മറുഭാഗത്ത് അവരെ താലോലിക്കാനും അവരെ കൂടെ നിർത്താനുള്ള ശ്രമം നടക്കുന്നത്. ഇതാണിന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജബൽപൂരിൽ ഉണ്ടായ സംഭവം എന്താണ് എന്ന് ലോകം മുഴുവൻ കണ്ടതാണ്.
അവിടെ ആ പുരോഹിതന് നേരെ ഉണ്ടായ അക്രമം എത്ര ദിവസമായി കേസെടുത്തിട്ട്? എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? എന്തുകൊണ്ട് FIR ഇടുന്നില്ല? ഇപ്പോൾ സമ്മർദ്ദം ശക്തമായതോടുകൂടി മാത്രമാണ് FIR ഇട്ടത്. ഇതുവരെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട്, ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് മതന്യൂനപക്ഷങ്ങളെ വടക്കേ ഇന്ത്യയിൽ പീഡിപ്പിക്കുന്നു. ഇവിടെ മുനമ്പത്ത് വന്നുകൊണ്ട് അവരുടെ രക്ഷകരായി നടിക്കുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ആശാ വർക്കർമാരുടെ സമരം ഇതിൽ ഇനിയും ചർച്ചയില്ല എന്നുള്ള ഗവൺമെൻറ് നിലപാട് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. ആശാ വർക്കർമാർ എത്ര നാളുകളായി സമരം ചെയ്തിട്ട്? ഇപ്പോൾ അവരുടെ നിരാഹാര സമരം 16-ാം ദിവസമാണ്. ഞാൻ മന്ത്രി വിളിച്ചൊരു യോഗം തന്നെ പ്രഹസനമായിരുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രി യോഗം വിളിക്കാൻ തയ്യാറാകുന്നില്ല. ചർച്ച ചെയ്ത് ഈ സ്ത്രീകളുടെ ഈ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്തത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ്. ഇത് ധാർഷ്ട്യമാണ്, ധിക്കാരമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് നോക്കിക്കാണുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും പരിശോധിക്കും. INTUC എടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങൾക്ക് ആശാ വർക്കർമാർ ഉന്നയിച്ച അവരുടെ ഡിമാൻഡുകളോടാണ് ഞങ്ങളുടെ അനുഭാവം. INTUC പ്രസിഡന്റ് അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിനോട് ഒരു കാരണവശാലും ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് എന്താണെന്ന് പാർട്ടി പരിശോധിക്കട്ടെ. ആശാ വർക്കർമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഗവൺമെൻറ് പരിഗണിക്കണം. അവരൊരിക്കലും ഒരു കമ്മീഷനെ വെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ കമ്മീഷനെയൊക്കെ വെക്കുന്നത് ആളുകളെ കളിപ്പിക്കാനാണ്, സമയം ബൈ ചെയ്യാനാണ്. 51 ദിവസം സമരം ചെയ്തിട്ട് ഇനിയും കമ്മീഷനെ വെച്ച് 4 മാസം കാത്തിരിക്കുക എന്ന് പറയുന്നത് അത് കബളിപ്പിക്കലാണ്. അതിന് നടപടിയാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് INTUC പ്രസിഡന്റ് ചന്ദ്രശേഖരൻ എടുത്ത നിലപാടിനോട് ഒരു കാരണവശാലും ഞങ്ങൾക്കാർക്കും യോജിപ്പില്ല. അല്ല, അതാണ് ഞങ്ങൾ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. INTUCക്ക് അങ്ങനെ ആവശ്യം മുന്നോട്ട് വെക്കേണ്ട കാര്യം എന്താണ്? വെച്ചിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ലെങ്കിൽ നല്ല കാര്യമാണ്. ആശാ വർക്കർമാരുടെ സമരം പരിഹരിക്കാൻ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കാത്തത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ കാര്യമാണ്. ഒരു മര്യാദയും ഇല്ലാതെയാണ് ഗവൺമെൻറ് പെരുമാറുന്നത്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഒരു സമരം ചെയ്യുന്ന ആളുകളോട് ഇങ്ങനെയൊരു ക്രൂരമായ നിലപാട് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനത് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ആശാ വർക്കർമാർ സമരത്തിന് പോകുന്നതിന് മുമ്പ് ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അന്ന് രാവിലെ ഞാൻ പോയി കണ്ടിരുന്നതാണ്. അന്നും അവരുടെ നിലപാട് ഒരേ നിലപാട് തന്നെയാണ്. അവർക്ക് ന്യായമായി അവരുന്നയിക്കുന്ന 2-3 ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. 52 ദിവസം സമരം ചെയ്തിട്ട് ഇനി 4 മാസത്തേക്ക് ഒരു കമ്മീഷനെ വെച്ച ആ കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ആരെങ്കിലും സമരം അവസാനിപ്പിക്കാൻ കഴിയുമോ? നിങ്ങൾ തന്നെ ആലോചിക്കുക. അങ്ങനെ ഒരു വാദം ഉന്നയിക്കുന്നത് ശരിയായ നടപടിയാണോ? അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ നിവർത്തിയില്ല. സമരം ചെയ്യുന്നവരെ മുഖ്യമന്ത്രി വിളിച്ച് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണം. അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിയുടെ സമ്പൂർണ്ണമായ പിന്തുണ ഈ സമരത്തിന് KPC പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാ പാർട്ടി പ്രവർത്തകരും ആ സമരത്തോടൊപ്പം തന്നെയാണ്. അത് പരിശോധിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു ഫൈനാൻഷ്യൽ സ്ഥാപനത്തിൽ പരിശോധന നടത്തുന്നത് സിനിമയുടെ പേരിലാണെന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം സ്വാഭാവികമായി ധനകാര്യ സ്ഥാപനങ്ങളിൽ റെയ്ഡുകൾ നടക്കാറുണ്ട്. കാരണം അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അവർ ED വിശദീകരിക്കട്ടെ. സിനിമയോടുള്ള ഞങ്ങളുടെ സമീപനം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ശരിയല്ല. നല്ല സിനിമയാണ്. ഞാൻ സിനിമ കണ്ട ഒരാളാണ്.
വെട്ടിമുറിക്കുന്നതിന് മുമ്പ് സെൻസർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കണ്ടതാണ്. അത് സെൻസർ ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ഇന്ത്യയിൽ നടന്ന സംഭവങ്ങൾ മാത്രമേ അവർ ആ സിനിമയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ. രാജ്യത്ത് നടക്കുന്ന റെയ്ഡുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ എൻ്റെ കയ്യിൽ രേഖകളില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ നിവൃത്തിയില്ല.